പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കൽപ്പറ്റ വയനാട് ജില്ലയിൽ നമ്മളെ കൽപ്പറ്റ ടൗൺ പരിസരത്ത്, അതായത് ഓൾഡ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 2-2.5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മുണ്ടേരി എന്ന് പറയുന്ന കൽപ്പറ്റത്തെ പ്രധാന റെസിഡൻഷ്യൽ ഏരിയ ആണ്. അവിടെ നമുക്ക് പുതിയ വീട് 2550 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. പുത്തൻ വീടാണ്, പണി കഴിച്ചിട്ടേ ഉള്ളൂ. അതും അടിപൊളി വീടാണ്, ഭയങ്കര ഭംഗിയുള്ളൊരു വീടാണ്. 10 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ ആ വീടിൻ്റെ വിശേഷങ്ങൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാണ്. നിങ്ങൾ വീടെടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് കാണട്ടോ, കാരണം സൂപ്പർ ഡിസൈനാണ്, അടിപൊളി ഡിസൈനാണ്. ഇൻറ്റീരിയറൊക്കെ ചെയ്ത സൂപ്പറാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും വീടെടുക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മളിപ്പോൾ വരുന്ന വഴിയാണ് ഞാൻ കാണിക്കുന്നത്. ടൗൺ ഏരിയ ആണ്, റെസിഡൻഷ്യൽ ഏരിയ ആണ്, ഒരുപാട് വീടുകളുണ്ട്. തൊട്ട് ചേർന്നൊരു വീടുണ്ട്. ഇതാണ് നമ്മളെ വീട്. 2 നിലയിൽ 2550 സ്ക്വയർ ഫീറ്റ് 10 സെൻറ്റ് സ്ഥലത്ത് ആണ് ഈ വീട് നിൽക്കുന്നത്. നല്ല ഡിസൈൻ ആട്ടോ, സൂപ്പർ, ഏറ്റവും മോസ്റ്റ് മോഡേൺ ഡിസൈനാണ്. അതുകൊണ്ട് വീട് ഫ്രണ്ട് നല്ല കാഴ്ചക്കുണ്ട്. അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഗേറ്റും കൂടിയാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് വീട്ടിലോട്ട് മെല്ലെ കയറാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു നിങ്ങൾ നല്ല വൃത്തിയിൽ കാണുന്നുണ്ടാവും. മേലെ 2 ബാൽക്കണി ഉണ്ട് കേട്ടോ. ബാൽക്കണി ഞാൻ ഉള്ളിൽ നിന്ന് കാണിക്കുന്നില്ല, പുറത്തുനിന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടാവും. 2 ബാൽക്കണി മേൽ സൈഡിലുണ്ട്. ഈ 10 സെൻറ്റ് സ്ഥലത്ത് ഏറ്റവും പുറകിലാണ് വീട് വെച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ ഒരുപാട് സ്പേസ് ഇവർ വിട്ടിട്ടുണ്ട്. അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. കിണറാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇവിടെ വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല, അധികം താഴ്ചയൊന്നും ഇല്ലാത്ത കിണറാണ്. പിന്നെ മുറ്റം നിങ്ങൾ കാണുന്നുണ്ടാവും, വലിയൊരു ഏരിയയിൽ മുറ്റമുണ്ട്. ഒരു 2-3 വണ്ടി നമുക്ക് മുറ്റത്ത് ഇടാം. കൂടാതെ നമ്മളെ പോർച്ചിൽ, ഇതാണ് നമ്മളെ പോർച്ച്, അതായത് ഒരു വീടുമായിട്ട് യോജിക്കുന്ന രീതിയിലുള്ള ഒരു കാർ പോർച്ചാണ് ഇവർ ചെയ്തിരിക്കുന്നത്. 2 വണ്ടി അതിൽ കയറ്റിയിടാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ചെറിയ രീതിയിൽ ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. ഇങ്ങനെയാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. ഈ സൈഡിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. എല്ലാ സൈഡിലും സ്പേസ് ഇട്ടിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഒരു തെങ്ങല്ല 2 തെങ്ങ് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിൽ. നല്ല രീതിയിൽ സ്പേസ് ഉപയോഗിച്ചിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീടിൻ്റെ ഉള്ളോട്ടൊക്കെ ഒന്ന് കയറാം. ഇത് കംപ്ലീറ്റ് തേക്കിലാട്ടോ ചെയ്ത്. ഈ വുഡൻ പാനലൊക്കെ കംപ്ലീറ്റ് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വർക്ക് ഫ്രണ്ടിൽ തന്നെ വന്നിട്ടുണ്ട്. ഡോറും അങ്ങനെ തന്നെ, ഡോറും തേക്കിലാണ്. നല്ല സ്ട്രോങ് ഡോറാണ്. നമ്മൾ കയറി ചെല്ലുന്ന ഒരു ലിവിങ് റൂമിലേക്കാണ്. ഗസ്റ്റ് ലിവിങ് റൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ക്ലാഡിങ് വർക്കൊക്കെ സൂപ്പറാണ്. പിന്നെ TV യൂണിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഏരിയ ചെയ്തു വെച്ചിട്ടുണ്ട്. ജനലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, നല്ല മോഡേൺ ടൈപ്പ് ജനലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസുള്ള ലിവിങ് ഏരിയ ആണ്. നമുക്ക് ഈ ലിവിങ് ഏരിയയിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് വീടിൻ്റെ ഉൾവശം നമുക്ക് ഏതാണ്ട് മനസ്സിലാവും. നമ്മൾ ഡയറക്റ്റ് ഒരു ഹാളിലേക്കാണ് കയറുന്നത്, ഒരു ഡൈനിങ് ഹാളിലേക്കാണ് നമ്മൾ കയറുന്നത്. നല്ല വലുപ്പമുള്ള ഡൈനിങ് ഹാളാണ്. സ്റ്റെപ്പിലൊക്കെ ഫുള്ള് ലൈറ്റിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. സ്റ്റെപ്പൊക്കെ ഫുള്ള് ലൈറ്റിങ് കാര്യങ്ങൾ, ലൈറ്റിംഗ് ഒരുപാട് സ്ഥലത്ത് ഇതിൽ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് ചെയ്യിക്കാനുള്ള സൗകര്യവും ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. രാത്രിയാകുമ്പോൾ നല്ല രസമായിരിക്കും ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. വാഷ് ബേസിൻ ഏരിയ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഒക്കെ നല്ല ബ്രാൻഡഡ് മെറ്റീരിയലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ബെഡ്റൂമിനൊക്കെ നല്ല സ്പേസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ കയറി നിൽക്കുന്നത്. ടോപ്പിലൊക്കെ ലൈറ്റിങ് ചെയ്തിട്ടുണ്ട്. ഇതിന് ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. 4 ബെഡ്റൂമുള്ള 4 ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഷെൽഫ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊരു ബാത്ത് ടബും കൂടെ ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബെഡ്റൂമിൽ ബാത്ത് ടബും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഒക്കെ ബ്രാൻഡഡ് ആണ്. ഞാൻ പ്രത്യേകിച്ചൊന്നും ഇനി എടുത്തെടുത്ത് പറയുന്നില്ല. ടൈല് കാര്യങ്ങളൊക്കെ നല്ല ഡിസൈൻസ് ആണ്. നീറ്റായിട്ട് ചെയ്തൊരു വീടാണ്. നമുക്കൊരു ഫാമിലിക്ക് താമസിക്കാൻ പ്രത്യേകിച്ച് ഇനി നമ്മളൊന്നും ചെയ്യണ്ട. കുറച്ച് ഫർണിച്ചർ വാങ്ങിയിട്ടാൽ മാത്രം മതി. ഈ വീടിന് പറ്റുന്ന രീതിയിലുള്ള ഫർണിച്ചർ വാങ്ങിയിട്ടാൽ മാത്രം മതി. ബാക്കിയൊക്കെ എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. താഴത്തെ നിലയിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം അറ്റാച്ച്ഡ് ആണ്. ഇതിലുള്ള ബാത്റൂമാണിത്. ബാത്റൂം വാൾ ഡിസൈനൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ടൈലിൻ്റെ ഒക്കെ രസമുള്ള ഡിസൈനാണ്. എന്തൊക്കെ ലേറ്റസ്റ്റ് ഫെസിലിറ്റീസ് ഉണ്ടോ അതൊക്കെ ഇവരിതിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ മെയിൻ ഏരിയയിലോട്ടാണ് കിടക്കുന്നത്. കിച്ചൻ്റെ സ്റ്റോറേജ് ആണ് നിങ്ങൾ കാണുന്നത്. ഇഷ്ടംപോലെ സ്റ്റോറേജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് താഴെ മേലൊക്കെ ആയിട്ട്. കിച്ചണോട് ചേർന്നൊരു ചെറിയൊരു വർക്ക് ഏരിയയും കൂടെ ഉണ്ട് കേട്ടോ. വർക്ക് ഏരിയ അല്ല, ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൂടെ കിച്ചണോട് ചേർന്നിട്ടുണ്ട്. നമ്മളിത് സെക്കൻഡ് കിച്ചണാണ്. ഇതും അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. സ്റ്റോറേജ് സ്പേസ് അതിലുണ്ട്. അവിടെ ഒരു ബാത്റൂം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടുന്ന് പുറത്തേക്ക് പോയാൽ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ നടാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല സ്പേസും ഉണ്ട് അതിന്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ അലക്കല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ അപ്സ്റ്റെയറിലോട്ടൊന്ന് പോവാം. ഇതിൻ്റെ വില 90 ലക്ഷം രൂപയാണ്. 2550 സ്ക്വയർ ഫീറ്റ്, 10 സെൻറ്റ് സ്ഥലം, 90 ലക്ഷം രൂപയാണ് പറയുന്നത്. കൽപ്പറ്റ ടൗൺ ഏരിയ ആണ്. സ്ഥലത്തിന് നല്ല മാർക്കറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് ബാൽക്കണീൻ്റെ എൻട്രൻസ് റൈറ്റ് ആട്ടോ. ഞാനത് കാണിക്കുന്നില്ല, താഴെ നിന്ന് കാണിക്കുന്നില്ല. പിന്നെ അവിടെ ഒരു നല്ലൊരു വർക്ക് ഏരിയയും കൂടെ ഉണ്ട് കേട്ടോ. ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ അതിന്. തുണിയൊക്കെ നമുക്ക് അഴകിട്ടാനൊക്കെ ഉള്ള സൗകര്യത്തിനുള്ള വലിയൊരു ഏരിയ പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ 90 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില. കാര്യമായിട്ട് നെഗോഷ്യബിൾ അല്ല, ചെറുതായിട്ട് കുറയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. മേലെ 2 ബെഡ്റൂമാണുള്ളത്. ഒരു ബെഡ്റൂമിന് നമ്മൾ ബാൽക്കണി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബാൽക്കണി ഹാൾ എന്നാണുള്ളത്. താഴത്തെ സെയിം വലുപ്പത്തിൽ തന്നെയാണ് ബെഡ്റൂമിൻ്റെ ഒക്കെ കാര്യങ്ങളുള്ളത്. അറ്റാച്ച്ഡ് ആണ് രണ്ടും. ഇങ്ങനെയൊക്കെയാണ് ഈ വീടിൻ്റെ സൗകര്യം. അപ്പോൾ ഈ വീട് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ എന്നെ വിളിക്കണം. ഞാനിതിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. നമുക്ക് ടൗൺ ഏരിയയിൽ, നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ താമസിക്കാൻ പറ്റുന്ന സ്ഥലത്ത് എല്ലാ സൗകര്യമുള്ളൊരു വീടാണ്. 10 സെൻറ്റ് സ്ഥലമുണ്ട്. മേലെ TV യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. ഇത് സെക്കൻഡ് ബെഡ്റൂമാണ് കേട്ടോ. അതുവരെ ബൈ.